Good afternoon, ma'am. Good afternoon. Okay, Sharanya, Tansila, okay, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, Yes, ma'am. okay. Yes, ma'am. Ma'am കഴിച്ചോ? Ma'am കഴിച്ചോ? കഴിച്ചിട്ടില്ല, കഴിക്കാൻ സമയമാവുന്നുള്ളൂ അല്ലേ? Ma'am കഴിച്ചോ? Ma'am കഴിച്ചോ? Ma'am കഴിച്ചോ? Ma'am food കഴിച്ചോ? Okay, Vidya. Good afternoon. Ma'am food കഴിച്ചോ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? Ma'am food കഴിച്ചോ? Ma'am food കഴിച്ചോളാം. Ma'am food കഴിച്ചോ? കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മള് സ്റ്റാർട്ട് ചെയ്തു. മിനിറോസ് മിസ് അല്ലെ? മിസ്സിന്റെ മദറിലോ മരിച്ചു. അപ്പോ മിസ് കുറച്ച് ദിവസത്തേക്ക് ലീവിനാണ് കേട്ടോ. മിസ്സിന്റെ ലീവ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറിയത്. മിസ്സിന്റെ അവറാണല്ലോ. ഓക്കെ, മിസ്സിന്റെ മദറിലോ കഴിഞ്ഞ ആഴ്ച മരിച്ചു. അപ്പൊ അതിന്റെ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. മിക്കവാറും ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ടും മിസ് ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ, ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറിയത് കേട്ടോ. ഓക്കെ, ഓക്കെ പ്രസീത. ശരി, ആൾ സുഖമില്ലാതിരിക്കുകയായിരുന്നു, വയ്യാണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് രണ്ടു മൂന്നല്ല ഒരു 2-3 മാസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായില്ലേ. 25 വയസ്സുണ്ട്. ആളിങ്ങനെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതായിരുന്നു ചാപ്റ്റർ, ഓർക്കുന്നുണ്ടാവും. ഇതായിരുന്നു ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ? ICU എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അങ്ങനെ വായിച്ചു നോക്കിയോ? നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നമ്മള്, അതായത് ജൂനിയർ റെസിഡന്റ് അല്ലെ? ജൂനിയർ റെസിഡന്റ് ഇൻ ICU വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, the unit which is performing both open heart and the other thoracic surgical procedure is called which type of ICU? ഏത് ടൈപ്പ് ഓഫ് ICU ആണ്? ഒന്ന് കമന്റ് ചെയ്യാമോ? The unit which is performing both open heart and other thoracic surgical procedures. ഏതൊക്കെയാണെന്ന് പറയാമോ? ഏത് യൂണിറ്റ് ആണെന്നൊന്ന് പറയാമോ? ഓക്കെ, ഷമി കറക്റ്റ് ആണ് കേട്ടോ. CVTS ICU അല്ലേ? എന്താണ് ചോദ്യം? എന്തായിരുന്നു? The unit which is performing both the open heart and thoracic surgical procedures. Thoracic എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ആണ് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്ക് അടുത്ത് ഹാർട്ട് മാത്രമല്ല അല്ലെ, മറ്റു പല ഓർഗൻസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതും സംബന്ധമായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് CVTS ICU എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ ഇന്റൻസിവിസ്റ്റിന് മേജർ റോള് വരുന്ന, ഓക്കെ പ്രസീത കറക്റ്റ് ആണ് കേട്ടോ, CVTS ICU. ഇനി നമ്മള് ഇന്റൻസിവിസ്റ്റിന് മേജർ റോള് വരുന്നത് ഏത് യൂണിറ്റ് ICUലാണെന്നൊന്ന് പറയാമോ? ഇന്റൻസിവിസ്റ്റിന്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. തൻസീല ഫർസാന കറക്റ്റ് ആണ്. ഓക്കെ, ശ്രുതി ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് അല്ലെ? ഓക്കെ, ഓപ്പൺ യൂണിറ്റ് ICUല് മെയിൻ റോൾ ആർക്കാ വരുന്നത്? ഓക്കെ, മെർലിൻ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ICUല് ആർക്കാണ് മേജർ റോള് വരുന്നത്?
ഫിസിഷ്യൻ ആണ് അല്ലെ? അതെ, ഫിസിഷ്യൻ ആണ് റോള് വരുന്നത് അല്ലെ? ഇതിനകത്ത് ഓപ്പൺ യൂണിറ്റ് ICU. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്ന് പറയുമ്പോൾ അവിടെ ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ? ICUന്റെ അഡ്മിഷനും കെയറും കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് നമ്മൾ കണ്ടു അല്ലെ? ഓപ്പൺ യൂണിറ്റ് ICUവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു? മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ അല്ലെ? കുറെ കൂടെ നമുക്ക് പേഷ്യന്റിനെ സമയത്തിന് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് അവരുടെ ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കാനും സാധിക്കും അല്ലെ? പിന്നെ നമുക്കറിയാം ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് they are specially skilled in treating critically ill patients. ഏറ്റവും ക്രിട്ടിക്കൽ ഇൽ പേഷ്യൻസിനെ പരിശോധിക്കുന്നതിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലോസ്ഡ് യൂണിറ്റ് ICUവിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ പേഷ്യന്റ് ടു സ്റ്റാഫ് റേഷ്യോ ഇൻ ICU? ICUവിലെ പേഷ്യന്റ് ടു സ്റ്റാഫ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞേ. സോറി, nurse to patient ratio. Yes, nurse to patient ratio എത്രയാണ്? ഓക്കെ, കറക്റ്റ് ആണ്. 1:1 or 1:2. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. പിന്നെ who is the registrar in ICU? ആരാണ് ICUവിലെ രജിസ്ട്രാർ എന്ന് പറയുന്നത്? ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. അതാണ് സീനിയർ ഡോക്ടർ എന്നല്ല, സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. നമ്മൾ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് നമ്മൾ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ, നഴ്സിൽ നിന്ന് പേഷ്യന്റ് റേഷ്യോ പറയുമ്പോഴാണ് 1:1 അല്ലെങ്കിൽ 1:2 വരുന്നത് കേട്ടോ. ചിലപ്പോ തിരിച്ചൊന്ന് മാറ്റി ചോദിക്കാം. പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. 2:1 എന്ന് എഴുതേണ്ടി വരും. മനസ്സിലായോ? നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്നാൽ തന്നെയാണ് ചോദിക്കണമെങ്കിൽ 1:1 ഇഷ്യൂ വരുന്നില്ല. 1:2 വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോ വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് തിരിച്ച് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അത് അതിന്റെ പേരിൽ തെറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഒരു കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തില് ഏറ്റവും എമർജൻസി സിറ്റുവേഷനില് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അവസാനം സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണ് അല്ലെ? കൺസൾട്ടന്റ് ഇല്ലെങ്കിൽ കൂടിയും കൺസൾട്ടന്റിന്റെ അസാന്നിധ്യത്തില് പെട്ടെന്ന്, അതായത് ഒഴിച്ചുകൂടാനാവാത്ത സിറ്റുവേഷനില് എമർജൻസി ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉള്ളത് സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ICUവിലായിരിക്കുമ്പോൾ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പേഷ്യന്റിന്റെ സമ്മറികളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? ആരാണത് ചെയ്യുന്നത്? ജൂനിയർ റെസിഡന്റ് ഓക്കെ, ഡോക്ടർ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് അല്ലെ? ഓക്കെ, ഒരു ICUവില് ഡേ ആൻഡ് നൈറ്റ് ടൈം ഫുൾ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഡോക്ടർ ആരാണ്? ഫുൾ ഡ്യൂട്ടി ഡേ ആൻഡ് നൈറ്റിൽ ഇരിക്കുന്നത് ആരാണ്? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് അല്ലെ? 12 hours ഡ്യൂട്ടി വരുന്നത് ആർക്കാണ്? 12 hours ഡ്യൂട്ടി വരുന്നത് ആർക്കാണ്? 12 hours ഡ്യൂട്ടി വരുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണ്. ഓക്കെ, സീനിയർ റെസിഡന്റ് ഡോക്ടറിനാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പോകേണ്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിട്ട് പഠിക്കുക, വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, ഞാൻ ഓർമ്മിറ്റ് ചെയ്യാണ് കേട്ടോ. സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. എന്താണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ? അതായത് ICUവിലോട്ട് നമ്മൾ രോഗികളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ്, ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിനെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്.
അപ്പൊ എന്തൊക്കെ ക്രൈറ്റീരിയാസ്, എന്തൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ക്രൈറ്റീരിയാസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഒരു കാര്യം നമുക്കറിയാം, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഐസിയുവിൽ പ്രവേശിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷെ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഐസിയുയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടു ഒപ്റ്റിമൈസ് ICU resources and enhance outcomes, ICU admissions should be gated on the basis of a combination of factors. അതായത് ഐസിയുവിലുള്ള റിസോഴ്സസുകൾ, ICU റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസിയുയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സേവനങ്ങളും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലൈഫ് തെറാപ്പി എക്യുപ്മെന്റ്സുകളും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഐസിയുവിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ആ ICU റിസോഴ്സുകളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനും അതിൽ നിന്ന് നല്ലൊരു ഔട്ട്കംസ് നമുക്ക് ലഭിക്കുന്നതിനും ICU അഡ്മിഷൻ നമ്മൾ നടത്തുന്നത് ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പ്രധാനമായിട്ട് നമുക്ക് 6 ഫാക്ടേഴ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. എന്താണ് പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്? അതായത് പേഷ്യന്റിന്റെ അവരുടെ ആ ഒരു സിവിയറിറ്റി, അല്ലെ, അവരുടെ അസുഖത്തിന്റെ തീവ്രതയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ അവിടെ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉള്ളൂ, അല്ലെ? വരുന്ന രോഗികൾ മുഴുവൻ നമുക്ക് അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വരുന്ന രോഗികളില് ഏറ്റവും സിവിയർ കണ്ടീഷൻ ഉള്ളത് ആർക്കാണോ, അല്ലെ, ആ സിവിയറിറ്റിക്ക് എത്രത്തോളം പ്രയോറിറ്റൈസേഷൻ കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. സോ അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ കേട്ടോ. അതായത് ഈ പറയുന്ന രോഗിയുടെ അസുഖത്തിന്റെ തീവ്രതയുടെ മുൻഗണനാ ക്രമത്തിനായിരിക്കണം നമ്മൾ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. അതുപോലെ ചില പേഷ്യൻസിന് അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് ഈ പറയുന്ന ലൈഫ് തെറാപ്പി, അല്ലെ, ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പികൾ ആവശ്യമായിട്ടുള്ള അതിന് പ്രത്യേക ആവശ്യകതകളുള്ള രോഗികളെ നമ്മൾ എന്ത് ചെയ്യും, ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യും. വെന്റിലേറ്റർ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ട, കാര്യം അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് അത്തരം ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പികൾ ആവശ്യമായിട്ടുള്ള പ്രത്യേക ആവശ്യകതകളുള്ള രോഗികൾ, അല്ലെ, അവര് അതും ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്. ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ICUയിലോട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് വരുന്നത് ഡയഗ്നോസിസ് ആണ്, രോഗനിർണയമാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെ? ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അത് നേരിട്ടുള്ള ICU അഡ്മിഷന് കാരണമാകുന്നുണ്ട്. നമ്മൾ തുടക്കം പഠിച്ചില്ലേ, who are cared in ICU, ICUയിൽ എങ്ങനെയുള്ള ആളുകളെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു, അല്ലെ? സ്പൈനൽ കോംപ്ലക്സ് സ്പൈനൽ സർജറി, അതുപോലെ സിവിയർ ബേൺസ്, അതുപോലെ ട്രോമ, അല്ലെ, കാർഡിയക് അറസ്റ്റ്, അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് അത് നേരിട്ടുള്ള ICU അഡ്മിഷനിലോട്ട് കാരണമാകാറുണ്ട്. സോ ഡയഗ്നോസിസും എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഓക്കെ, അടുത്തതാണ് എന്ത്, പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്, ഫോർകാസ്റ്റിംഗ് ആണ്. അതായത് പ്രഡിക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ്, പ്രവചനമാണ്, അല്ലെ? അതായത് ചില രോഗികൾ, ഇപ്പൊ ഡോക്ടർക്ക് അറിയാൻ പറ്റും, ചില രോഗികൾ ചികിത്സിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സിവിയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സിവിയർ കെയർ, അല്ലെ, ഒരു ക്രിട്ടിക്കൽ കെയർ ICUയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവരുടെ കണ്ടീഷൻ ബെറ്റർ ആകും, അല്ലെങ്കിൽ ബെറ്റർ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത്തരം രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം, ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യാം. അതിപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് അതറിയാൻ സാധിക്കുള്ളൂ, അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്. ഇപ്പൊ ചില രോഗികളുടെ കണ്ടീഷൻ പോകുന്നതനുസരിച്ച് ഡോക്ടർക്ക് മനസ്സിലാവും അവർക്ക് ഒരു ക്രിട്ടിക്കൽ കെയർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ICUയിൽ ഒരു ക്രിട്ടിക്കൽ കെയർ, ഒരു ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പിയോട് കൂടി അവരെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റിംഗ് ഡോക്ടർക്ക് ഉണ്ടെങ്കിൽ അതും എന്താണ് ICU അഡ്മിഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിക്കാറുണ്ട്.
ഓക്കെ, അതാണ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം അതേ കൺസെപ്റ്റ് തന്നെയാണ് അടുത്ത പോയിന്റിലും പറയുന്നത്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. ഇതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. അതായത് നമ്മൾ ഈ ഒരു ICU ഇന്റർവെൻഷൻസിലൂടെ, ICU ഇടപെടലുകളിലൂടെ ഒരു നല്ലൊരു ബെനിഫിറ്റ് അല്ലെ, ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്, ഒരു ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം, ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ പ്രോഗ്നോസിസ് പോലെ തന്നെയാണ് അല്ലെ. ICU കെയർ കൊടുത്ത് അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്കം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ അതും എന്താണ്, ICU അഡ്മിഷൻ ഒരു ക്രൈറ്റീരിയയാണ്. പിന്നെ വരുന്നത് എന്താണ്, ബെഡ് അവൈലബിലിറ്റി ആണ് കേട്ടോ. ബെഡുകളുടെ ലഭ്യത അതൊരു ഫാക്ടറാണ്. കാരണം ICUവിൽ എന്താണ്, ബെഡുകളുടെ എണ്ണം കുറവാണ് അല്ലെ, മറ്റുള്ള പോലെയല്ല. ബെഡിന്റെ അവൈലബിലിറ്റി അവിടെ വളരെ ലിമിറ്റഡ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ബെഡ് അവൈലബിലിറ്റി ഒരു ഫാക്ടറാണ് ICU അഡ്മിഷന് ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ ആയോ? 6 പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ICU അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഒന്ന്, പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനസ്. പേഷ്യന്റിന്റെ അസുഖത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിന്റെ മുൻഗണനാ ക്രമം അല്ലെ, അതിനനുസരിച്ച് നമ്മൾ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലൈഫ് സപ്പോർട്ട് തെറാപ്പികൾ ആവശ്യമായിട്ടുള്ള പ്രത്യേക ആവശ്യകതകളുള്ള രോഗികൾ, അതുപോലെ ഡയഗ്നോസിസ്, ചില അസുഖങ്ങളുടെ ഡയഗ്നോസിസ് നേരിട്ടുള്ള ICU അഡ്മിഷന് കാരണമാകാറുണ്ട്. ദെൻ പ്രോഗ്നോസിസ് അല്ലെ, അതായത് നമ്മൾ പറയുന്ന പോലെ ചില രോഗികൾക്ക് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആക്കാൻ പറ്റും എന്നൊരു പ്രോഗ്നോസിസ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതും ഒരു ക്രൈറ്റീരിയ ആണ്. പിന്നെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. ICU ഇടപെടലുകളിലൂടെ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ലഭിക്കുമെന്നുണ്ടെങ്കിലും അതും ഒരു ക്രൈറ്റീരിയ ആണ്. ദെൻ ബെഡ് അവൈലബിലിറ്റി. ക്ലിയർ? ഇത്രയുമാണ് അതിനകത്ത് പറയുന്നത്. 6 പോയിന്റുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ICU അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇത്രയും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് അല്ല, സോറി, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് കേട്ടോ. ഇനി ഒരു ICUവിൽ നടക്കുന്ന ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണ്? ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ICU കേട്ടോ. അതായത് ICUവിലുള്ള ഒരു പേഷ്യന്റിന് ഒരു ശരിയായ ട്രീറ്റ്മെന്റ് അത് ഉറപ്പുവരുത്താനായിട്ട് അവരുടെ എന്താണ് പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് അത്യാവശ്യമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? ഇപ്പൊ നമ്മള് വിവിധ ടൈപ്പ് ഓഫ് ICU പഠിച്ചു അല്ലെ. ഇപ്പൊ കാർഡിയാക് ICU ഉണ്ട്, NICU ഉണ്ട്, ജെറിയാട്രിക് ICU ഉണ്ട് അല്ലെ. അങ്ങനെ ഓരോന്നിനും പീഡിയാട്രിക് ICU ഉണ്ട്. അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ട് ICUകളുണ്ട്. ഇപ്പൊ നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് അവരുടേതായ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു കാർഡിയാക് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു രോഗി അവർക്ക് ഏറ്റവും നല്ല പരിചരണം കൊടുക്കണമെങ്കിൽ അവരുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ പാരന്റ് യൂണിറ്റ് അല്ലെ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന പേഷ്യന്റിനെയാണ് അവരുടെ സിവിയറിറ്റി കൂടുതലായതുകൊണ്ട് അവരുടെ അസുഖത്തിന്റെ ആ സിവിയറിറ്റി കൂടിപ്പോയപ്പോ ആണ് അവരെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്, കാർഡിയാക് ICUവിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കാർഡിയാക് ICUവിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സിവിയർ ആയിട്ടുള്ള കുട്ടികളെയാണ് ഈ പറയുന്ന പീഡിയാട്രിക് ICUവിലോട്ട് മാറ്റുന്നത്. അപ്പൊ പീഡിയാട്രിക് ICUവിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് എവിടെ നിന്നാണോ നമ്മൾ അവരെ റെഫർ ചെയ്ത് ICUവിലോട്ട് മാറ്റുന്നത്, ആ റെഫർ ചെയ്ത് വിടുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ICUവിലുള്ള പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. കാരണം പാരന്റ് യൂണിറ്റിൽ നിന്നാണ് അവരെ റെഫർ ചെയ്ത് വിടുന്നത്. അപ്പൊ ആദ്യം അവർ വരുന്നത് പാരന്റ് യൂണിറ്റിലാണ് അല്ലെ. അപ്പൊ അവിടെ ആയിരിക്കും ആ ഒരു പേഷ്യന്റിന്റെ എല്ലാവിധ മെഡിക്കൽ ഹിസ്റ്ററിയും അവരുടെ കണ്ടീഷനും ഹെൽത്ത് കണ്ടീഷൻ വരുമ്പോഴത്തെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അവരിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം അറിയാവുന്നതും അതിന്റെ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പാരന്റ് യൂണിറ്റിലായിരിക്കും. അവിടെ നിന്നാണ് അവര് റെഫർ ചെയ്യുന്നത്.
ആ ഒരു ഐസിയുലോട്ട് അവരെ റെഫർ ചെയ്ത് വിടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഐസിയുലെ പേഷ്യൻസിന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്താനായിട്ട് അതിന്റെ പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞു വേണ്ടി മനസ്സിലായോ? ക്ലിയർ ആണ്. പിന്നെ വരുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. റൂട്ടീൻ ICU rounds shall be held in the morning at 9 to 11 AM under whom patient is admitted. And morning at 9 to 11 AM എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. സാധാരണ ICU റൗണ്ട്സുകൾ ഏത് സമയത്താണ് നടക്കുന്നത്? മോർണിംഗിലാണ് കേട്ടോ. മോർണിംഗ് ഏത് സമയത്താണ്? 9 to 11 AM. അപ്പൊ ഓപ്ഷൻസിൽ പലതും മാറ്റി തരും കേട്ടോ. സമയം മാറ്റി തരാം, മോർണിംഗ് ഉള്ളത് ഈവനിങ് ആക്കാം. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ എപ്പോഴും മോർണിംഗ് 9 to 11 AM സമയത്താണ് റൂട്ടീൻ ആയിട്ടുള്ള ICU റൗണ്ട്സുകൾ നടക്കുന്നത്. The main decision regarding treatments is taken in these rounds. അപ്പൊ നമ്മൾ ഈ ഒരു ICUലുള്ള അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ ഒരു റൗണ്ട്സിലാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ടൈമാണ്. കാര്യം ICUലുള്ള പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളെ സംബന്ധിച്ചും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കാര്യം, the treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to patient. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിന് ആരംഭിക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സുകളും ആരാണ് അത് എടുക്കുന്നത്? അത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രജിസ്ട്രാർ ഇൻ ICU. അദ്ദേഹമാണ് കൺസൾട്ടന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് പേഷ്യന്റിന് ആരംഭിക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സുകളും റെക്കോർഡ് ചെയ്യുന്നത്, അത് എഴുതുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. അദ്ദേഹമാണ് അത് എഴുതുന്നത് കേട്ടോ. അതിനനുസരിച്ച് എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്, അല്ലെ? ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? അത്രയേ ഉള്ളൂ. ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. അതായത് ഒരു ICUവിൽ നടക്കുന്ന ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ICUവിലുള്ള ഒരു പേഷ്യന്റിന് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്താനായിട്ട് അതിന്റെ പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പോഴും ആവശ്യമാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ICU റൗണ്ട്സുകൾ നടത്തുന്നത് മോർണിംഗ് 9 to 11 AM സമയത്താണ്. ആ ഒരു ടൈമിലാണ് നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ ആ ഒരു സമയത്താണ് എടുക്കുന്നത്. അതുപോലെ പേഷ്യൻസിന് ആരംഭിക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നമ്മൾ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് എഴുതുന്നത്. അതനുസരിച്ച് പേഷ്യന്റിന് ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ആണോ? മനസ്സിലായ കാര്യങ്ങൾ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, അതായത് നമ്മുടെ ICUവിലെ അഡ്മിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രൈറ്റീരിയസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുകളുണ്ട് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കാം. The patients who are recovered and are steady can be discharged. കേട്ടോ. അതെ, ICUവിലുള്ള പേഷ്യൻസ് അവർ കുറെ കൂടെ റിക്കവർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയാൽ, സ്റ്റഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ICUവിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ്? പേഷ്യൻസ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസ്സൺ but needs close observation can either be discharged to wards or in intermediate care areas depending on need for the ICU beds. ഇനി അതിനു പുറമെ ചില രോഗികളുണ്ട്, അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന രോഗഭീഷണി അവരുടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു സിവിയറിറ്റി അവരുടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, എങ്കിലും അവർക്ക് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ? അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ വാർഡിലോട്ട് നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ. ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വാർഡിനും ICUവിനും ഇടയിൽ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ട്രാൻസിഷൻ ഏരിയാസ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ പറയുന്ന ജനറൽ വാർഡിനും പിന്നെ ഈ പറയുന്ന ICUവിനും ഇടയ്ക്കുള്ള ചില കെയർ ഏരിയാസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസിലുണ്ട് അവരെന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യാം. അതും ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്സ്. ICU ബെഡ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, ഒരു ICUവിലുള്ള ഒരു പേഷ്യന്റ് അദ്ദേഹം ഏകദേശം സ്റ്റേബിൾ ആയി പുറത്ത് വേറൊരു സിവിയർ കണ്ടീഷൻ ഒരു പേഷ്യന്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടീഷൻ സ്റ്റേബിൾ ആയ പേഷ്യന്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പകരം ആ ബെഡ്
പുതിയൊരു പേഷ്യന്റ് നമ്മൾ കൊടുക്കും അല്ലെ. അപ്പൊ അവിടെ കാരണം ബെഡിന്റെ അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ബെഡിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഒന്നുകിൽ എന്ത് ചെയ്യാം, പെട്ടെന്നുള്ളൊരു ത്രെട്ടനിങ് കഴിഞ്ഞിട്ടില്ല എന്നാൽ ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ഒന്നുകിൽ നമുക്ക് വാർഡിലോട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയസിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് പേഷ്യൻസ് ഇൻ ഹൂം ഡെത്ത് ഈസ് അഗ്രീഡ് ടു ബി ഇൻപെൻഡിങ് even if intensive care is continued, again kept in ICU depending on availability of resources. ഇനി ചില പേഷ്യൻസ് അവരുടെ മരണം എന്ന് പറയുന്നത് സംഭവിക്കാനിരിക്കുന്നതാണ് അല്ലെ. അവരുടെ മരണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഷുഗർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. കാര്യം നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്താണ് മരണ സാധ്യതയുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, ICUവിൽ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം പറയുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് കേട്ടോ. അതായത് അവിടുത്തെ ബെഡ്സ്, മറ്റുള്ള സ്റ്റാഫുകള്, അതിന്റെയൊക്കെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അങ്ങനെയുള്ള രോഗികളെ ICUവിൽ തന്നെയാണ് നമ്മൾ കെപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രോഗികളാണ് മരണ സാധ്യതയുള്ള രോഗികൾ കേട്ടോ. മരിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ മരണം സാധ്യതയുള്ള പേഷ്യൻസ്. കാര്യം നമ്മൾ അവർക്ക് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്, എങ്കിലും മരണ സാധ്യതയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ICUവിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ജനറൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ഒരു പേഷ്യന്റ് റിക്കവർ ആയിക്കഴിഞ്ഞാൽ, സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ചില പേഷ്യൻസ് അവരുടെ പെട്ടെന്നുള്ള ഒരു സിവിയറിറ്റി കുറയുകയും പക്ഷെ അവർക്ക് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ള രോഗികളുണ്ടാവും. അവരൊന്നുകിൽ വാർഡിലോട്ട് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയസിലോട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മരണ സാധ്യതയുള്ള, കാര്യം ഇന്റൻസീവ് കെയർ കൊടുത്തിട്ട് മരണ സാധ്യതയുള്ള പേഷ്യൻസിനെ നമ്മൾ ICUവിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതും ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂട്ടോ. ഇന്നെടുത്ത് കുറച്ച് എടുത്തിട്ടുള്ള ICU അഡ്മിഷൻ ക്രൈറ്റീരിയ, ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ, ഡിസ്ചാർജ് പ്രൊസീജിയർ, അവിടെ വരെ ഒന്ന് വായിക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി നമുക്ക് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇത്രയും മാത്രമാണ് ഇനി നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU കേട്ടോ. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ICU ഇൻചാർജ് ആരാണ്? ICU ഇൻചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ്? ICU ഇൻചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിൽ. ആരാണ്? ആർക്കും അറിയില്ല. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് തൻസില. ഇന്റൻസിവിസ്റ്റ് അല്ലെ? ആരാണ്? ഇന്റൻസിവിസ്റ്റിനെയാണ് നമ്മൾ ICU ഇൻചാർജ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ICU എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ICU ഇൻചാർജിന് തന്നെയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്?
എന്തൊക്കെയാണെന്ന് നോക്കി. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും താഴെ തന്നിരിക്കുന്നവരിൽ ഒരു ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടുന്നത് ഏതാണ്. അപ്പൊ നിങ്ങൾ ഇൻചാർജിന്റെ മാത്രമല്ല പഠിക്കുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പഠിക്കുന്നുണ്ട്, ICU സെക്രട്ടറിയുടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാനായിട്ട് പാടില്ല. അതേ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ നോക്കാം, ഫസ്റ്റ് പോയിന്റ് ആണ് he is the representative for the unit in administrative കേട്ടോ. അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ICUവിന്റെ ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ICU ഇൻചാർജ് ആണ് അല്ലെ. he is the representative of the unit അല്ലെ, ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ICU യൂണിറ്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, ഒരു പ്രതിനിധിയാണ് അത് ICU ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം എന്താണ്? അദ്ദേഹം എന്ന് പറയുന്നതാണ് ആ ഒരു ICUലോട്ടുള്ള പേഷ്യൻസിന്റെ അഡ്മിഷനും അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളും എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ ആരാണ്? ICU ഇൻചാർജ് ആണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്? പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ അല്ലെ. പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച അവരെ നിലനിർത്തും അല്ലെ. അതായത് ഒരു പേഷ്യന്റ് പ്രത്യേകിച്ച് അറിയാം, ICUലുള്ള പേഷ്യന്റ് എന്ന് വെച്ചാൽ ഏറ്റവും ക്രിട്ടിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ ഒരിക്കലും ഒരു ബ്രേക്കേജ് വരാൻ പാടില്ല അല്ലെ. അവരുടെ ക്ലിനിക്കൽ കെയറിൽ ഒരു തുടർച്ച ഉറപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ക്ലിനിക്കൽ പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് ഇൻചാർജ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care but also for the use of unfamiliar equipment. അതിനു പുറമെ ICU ഇൻചാർജ് എന്ന് പറഞ്ഞാല് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യാം, അവരെ സൂപ്പർവൈസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ്? നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ ബട്ട് ആൾസോ ഫോർ ദ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ് അല്ലെ. അതായത് പേഷ്യന്റിന്റെ കെയറിനെ സംബന്ധിച്ച് മാത്രമല്ല, പിന്നെന്താണ്? അൺഫെമിലിയർ ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നതിലും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതുപോലെ അവരെ സൂപ്പർവൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care but also for the use of unfamiliar equipment. അടുത്തതോ, he is responsible for purchasing and servicing of ICU equipment. ICUലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും അതുപോലെ അത് ഉപയോഗിച്ച് സേവനങ്ങൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ICU ഇൻചാർജിനാണ്. ഓക്കെ, പിന്നെന്താണ്? ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അതുപോലെ ICUവിനെ ബേസ് ചെയ്തുകൊണ്ട് റിസർച്ചുകൾ ഇനീഷ്യേറ്റ് ചെയ്യാം. റിസർച്ചുകൾ അല്ലെ, ഗവേഷണങ്ങൾ, റിസർച്ചുകൾ ആരംഭിക്കാനും. വെറുതെ റിസർച്ച് ആരംഭിച്ചാൽ മാത്രം പോലെ, എന്തിനും നമ്മൾ റിസർച്ച് നടത്തണേ? കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട് ICU ഡിപ്പാർട്ട്മെന്റിന്റെ സംബന്ധമായിട്ട് ഗവേഷണങ്ങൾ നടത്താന്ന് പറയുന്നത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ യൂട്ടിലൈസ് ചെയ്യാം അല്ലെ. പുതിയ പുതിയ മെഡിക്കൽ ടെക്നോളജികള്, എക്യുപ്മെന്റ്സുകള്, സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ല. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക അല്ലെ. നമ്മൾ ഗവേഷണങ്ങളിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തും, എന്നിട്ടോ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മുടെ പർപ്പസ് എന്താണ്? ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ബെറ്റർ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ആരംഭിക്കാനും, റിസർച്ചുകൾ ആരംഭിച്ചാൽ മാത്രം പോരാ, അതിന് ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ അംഗീകാരം കൊടുക്കേണ്ടതും ആരാണ്? ICU ഇൻചാർജ് ആണ്. നമുക്ക് ഗവേഷണങ്ങൾ നടത്താൻ പറ്റും, പക്ഷെ നമ്മളൊരു ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു അപ്രൂവൽ കൊടുക്കുക അല്ലെ, അതിന് അംഗീകരിക്കുക. ഒരു അതോറിറ്റി, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അതിന് അംഗീകാരം കൊടുക്കേണ്ടതും ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ്? ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അതുപോലെ എല്ലാ ട്രീറ്റ്മെന്റുകള് അല്ലെ, നമ്മൾ ICUവിലെ ഓരോ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള് അത് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യാം? അവലോകനം ചെയ്യുക. കാര്യം നമുക്കറിയാം, ഇവിടെ ICU ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പേഷ്യൻസിന് ഏറ്റവും നല്ല പരിചരണം കൊടുക്കാൻ. അതുകൊണ്ട് പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെ, അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിനെ പറ്റിയിട്ട് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? റിവ്യൂ ചെയ്തിരിക്കണം. ഇത്രയുമാണ് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ICUവിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ICUവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
അതുപോലെ തന്നെ എന്താണ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ക്ലിനിക്കൽ പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് അവർക്ക് എന്താണ് പേഷ്യന്റ് കെയറിനെ സംബന്ധിച്ച് മാത്രമല്ല അൺഫെമിലിയർ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ICU എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും സർവീസ് ചെയ്യുന്നതിനും അവർക്ക് റെസ്പോൺസിബിൾ ആണ്. പിന്നെ ICUവിനെ ബേസ് ചെയ്തുകൊണ്ട് റിസർച്ചുകൾ ഇനീഷ്യേറ്റ് ചെയ്യാനും അതിനൊരു അതോറിറ്റി എന്നുള്ള രീതിയിൽ റെക്കഗ്നീഷൻ കൊടുക്കാനും ഇദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അതുപോലെ തന്നെ ICUവിൽ വിവിധ പേഷ്യൻസിനുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സുകളും സ്റ്റാഫുകളുമായിട്ട് റിവ്യൂ ചെയ്യേണ്ടതും ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. ഇനി ഒരു ICUവിനെ സംബന്ധിച്ച് ഒരു ICU എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ICUവിന്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. എങ്കിലും ICU സംബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റിന്റെ സേഫ്റ്റിക്കായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. കാര്യം ICUവിലുള്ള ട്രീറ്റ്മെന്റുകളും മെഡിക്കൽ ക്ലിനിക്കൽ വശങ്ങളൊക്കെ ICU ഇൻചാർജ് നോക്കും. പക്ഷെ എന്നിരുന്നാലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നത് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തത് സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നല്ല പ്രവർത്തനക്ഷമത എന്താണ്, നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള എല്ലാ റിസോഴ്സുകളും സഫീഷ്യന്റ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. റിസോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റാഫുകളാവാം, എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ അവിടുത്തെ റിസോഴ്സ് ആണ് അല്ലെ. അതും എല്ലാം വർക്കിംഗ് കണ്ടീഷനിലുള്ളതായിരിക്കും. ഇപ്പൊ ജീവനക്കാരായാലും ശരി, എക്യുപ്മെന്റ്സുകളായാലും ശരി, പ്രോപ്പർ നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള റിസോഴ്സുകളെ, അതും സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിനുള്ള റിസോഴ്സുകളെ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തെയോ ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആംപിൾ മീൻസ് മതിയാവോളം, ആവശ്യത്തിന് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. അതുപോലെ ICUവില് ആവശ്യത്തിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീം ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പിന്നെയോ സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. അതായത് ഒരു പ്രോപ്പർ റെഫറൽ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യന്റിന്, ഈ പേഷ്യന്റിന് ഒരു നല്ല പരിചരണം കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല, അല്ലെങ്കിൽ ICUവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറെ കൂടെ നല്ല ഫെസിലിറ്റികൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റെവിടെയെങ്കിലും അവരെ റെഫർ ചെയ്ത് വിടണം അല്ലെ. നമ്മുടെ പ്രാധാന്യം എന്താ? പേഷ്യന്റ് ആണ് നമ്മളുടെ അൾട്ടിമേറ്റ് കസ്റ്റമർ എന്ന് പറയുന്നത്. അവരെ ഏറ്റവും സേഫ് ആക്കാന്നുള്ളതാണ് അല്ലെ. അതാണ് ഏതൊരു ഹോസ്പിറ്റലും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം. അതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ICUവിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന് ഒരു പരിചരണം കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഫെസിലിറ്റികളുടെ കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസുകൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ, അങ്ങനെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഹോൾഡ് ചെയ്യരുത്. അവർക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാൻ, കുറെ കൂടി ഒരു ക്രിട്ടിക്കൽ കെയർ കിട്ടാൻ ഭാഗത്തില് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവരെ റെഫർ ചെയ്ത് വിടേണ്ടതുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഒരു പ്രോപ്പർ റെഫറൽ സംവിധാനം ഉൾപ്പെടുന്ന ഒരു പരിചരണ നിലവാരം, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ എന്താണ്? എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം. ICU കൊടുക്കുന്ന സേവനങ്ങളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേഷനുണ്ട് അല്ലെ. കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി എന്ത് ചെയ്തിരിക്കണം? അഷ്വർ ചെയ്യണം, ഉറപ്പുവരുത്തണം അല്ലെ. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസുകളും ഓർഗനൈസ് ചെയ്യുന്നത്
അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി. ഓക്കെ, ലാസ്റ്റ് വരുന്നത് എന്താണ്? പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അതായത് ICU അഡ്മിഷൻ ആണെങ്കിലും ICU ഡിസ്ചാർജ് ഒക്കെ നമ്മൾ കണ്ടതാണ് നേരത്തെ. ICU ഡിസ്ചാർജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും നടപ്പിലാക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതൊക്കെയാണ് ഓക്കെ, വായിച്ചു നോക്കിയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക, വർക്കിംഗ് കണ്ടീഷനിലുള്ള എല്ലാ ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അവിടെ ഉറപ്പാക്കുക, അതുപോലെ തന്നെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീമിന് ഉറപ്പുവരുത്തേണ്ടത്, പിന്നെന്താണ് പ്രോപ്പർ റെഫറൽ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് കെയറും ഉറപ്പാക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ ആണ്. കൊടുക്കുന്ന സേവനങ്ങളിൽ ക്വാളിറ്റി അഷ്വർ ചെയ്യണം. അതുപോലെ തന്നെ അഡ്മിഷൻ, ദാറ്റ് മീൻസ് ICU അഡ്മിഷൻ ഡിസ്ചാർജ് സംബന്ധമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പോളിസികൾ പ്രൊസീജിയറുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതും അത് നടപ്പിലാക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി. ഇനി നമുക്ക് ഒരേ ഒരാളുടെ ഡ്യൂട്ടി കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ കഴിയണം കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. എന്താണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി? ആദ്യം തന്നെ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി പറയുന്നതിനേക്കാളും മുമ്പ് ആരാണ് ICU സെക്രട്ടറി എന്ന് നമുക്ക് അറിയണം അല്ലെ? എന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മനസ്സിലാക്കാനായിട്ട് അല്ലെ? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും? അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് അല്ലെ? ഹിസ് എ പ്രൊഫഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ തന്നെയാണ്. ഹൂ സപ്പോർട്ട്സ് പേഷ്യൻസ്, അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, പിന്നെ ഈ പറയുന്ന അവരുടെ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലിനെയാണ് നമ്മൾ ICU സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് കേട്ടോ, അത് ഇന്റൻസിവിസ്റ്റ് ആണ്. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ഹൂ സപ്പോർട്ട്സ് പേഷ്യൻസ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. അവര് വന്നിട്ട് പേഷ്യൻസിനെ മാത്രമല്ല മെഡിക്കൽ സ്റ്റാഫുകളെയും അതുപോലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് അദ്ദേഹം. ICUവിന്റെ ഒരു സെക്രട്ടറിയാണ്. ഓക്കെ, അദ്ദേഹമാണ് ICU സെക്രട്ടറി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ whom family members and visitors meet when coming to the ICU. അതായത് സാധാരണ നമ്മൾ ICUലോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ്, അവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ICU സെക്രട്ടറിയാണ്. അദ്ദേഹം ICUവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. അദ്ദേഹം പേഷ്യന്റിന് മാത്രമല്ല സപ്പോർട്ട് കൊടുക്കുന്നത്, മെഡിക്കൽ സ്റ്റാഫിനും അതുപോലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ് അവരൊക്കെ വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതും ആര് തന്നെയാണ്? ICU സെക്രട്ടറിയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി കേട്ടോ. അതുപോലെ തന്നെ ICU സംബന്ധമായിട്ട് വരുന്ന കോളുകള്, മെസ്സേജസുകള് അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. അത് പ്രോപ്പർ ആയിട്ട് എവിടേക്കാണോ കൺവേ ചെയ്യുന്നത് ഇത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുക. ഇതൊക്കെ ആരാണ്? ICU സെക്രട്ടറി ചെയ്യുന്ന കാര്യമാണ്. ICU സംബന്ധമായിട്ട് വരുന്ന കോളുകള്, മെസ്സേജുകള് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മെസ്സേജുകൾ പാസ് ചെയ്യുക, അത് കൺവേ ചെയ്യുക എന്നുള്ളത് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ് കേട്ടോ. അതുപോലെ നമ്മുടെ ക്ലയൻസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ആവാം, പേഷ്യൻസിന്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന മറ്റ് വിസിറ്റേഴ്സോ ആയിക്കോട്ടെ, അവര് എന്ത് ചെയ്യാ? അവരെ ഗ്രീറ്റ് ചെയ്യുക അല്ലെ? അവരെ ഗ്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ലിസൺ ചെയ്യുക, അവർക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ICU സെക്രട്ടറിക്കാണ്
ഉള്ളത്. ഓക്കെ, ഇതാണ് അക്കൗണ്ടബിൾ ഫോർ മീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. ഓക്കെ, അടുത്ത പോയിന്റ്, ദ സെക്രട്ടറി ഈസ് ലയബിൾ ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ദ ജനറൽ ഇൻഫർമേഷൻ such as the visiting hours for the ICU. അതുപോലെ ഒരു ICU സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹം ICU സംബന്ധമായിട്ട് വരുന്ന എല്ലാ ജനറൽ എൻക്വയറീസിനും എന്താണ് ആൻസർ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ICU സെക്രട്ടറിക്കാണ്. ഇപ്പൊ ലൈക്ക് ICU സംബന്ധമായിട്ടുള്ള വിസിറ്റിംഗ് അവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ്, ജനറൽ ആയിട്ട് വരുന്ന എല്ലാ എൻക്വയറീസിനും മറുപടി കൊടുക്കേണ്ടത് ICU സെക്രട്ടറിയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ if cannot provide information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refers them to other staff members if needed. ഇനി ഇപ്പൊ ഇവരുടെ അടുത്ത് സമീപിക്കുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും വിസിറ്റേഴ്സ് ആരെങ്കിലും ആവട്ടെ, അപ്പൊ അവർക്ക് ശരിയായ ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയായ ഇൻഫർമേഷൻ ലഭിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് ഡയറക്റ്റ് ചെയ്ത് വിടേണ്ടതും ആര് തന്നെയാണ്? ICU സെക്രട്ടറിയാണ്. പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ മെഡിക്കൽ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒരു ICU സെക്രട്ടറിക്ക് പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആരാണോ അവരുടെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടേണ്ടത് ആരാണ്? ICU സെക്രട്ടറി. ഓക്കെ, ആവശ്യമുണ്ട്. പിന്നെ എന്താണ്? പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അതുകൊണ്ട് നമ്മൾ ICU അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണല്ലോ, അതുകൊണ്ട് ICU സംബന്ധമായിട്ടുള്ള ക്ലറിക്കൽ ടാസ്കുകള്, ഇപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെന്റ്സ്, ഹെൽത്ത് റെക്കോർഡുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്ലറിക്കൽ ടാസ്കുകള് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ, അതുപോലെ ICUയിലുള്ള ബെഡ് അവൈലബിലിറ്റി അത് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താണ്? മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ് കേട്ടോ. അതായത് ICUയിലുള്ള പേഷ്യന്റിന്റെ റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഫയൽ ചെയ്ത് വെക്കുക, അത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതും ICU സെക്രട്ടറി ആണ്. ഓക്കെ, മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്ന പോയിന്റ് ഇതാണ്, വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ആ ഒരു സേവനങ്ങള്, ആ ഒരു കെയർ അല്ലെ, അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യാം? പ്രവർത്തിക്കുക അല്ലെ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പേഷ്യന്റിന് പരിചരണം കൊടുക്കുക. കാരണം നമുക്കറിയാം ICU ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല, അതിനകത്ത് കൺസൾട്ടൻസ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്, ഡയറ്റീഷ്യന്മാരുണ്ട് അല്ലെ, നഴ്സസ് ഉണ്ട്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ ഹെൽത്ത് എന്താ പറയാ ഫീൽഡുകളിലുള്ള ആളുകളെ നമ്മൾ അവിടെ അവരെല്ലാവരും കൂടിയിട്ടാണ് ICU ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ICU സെക്രട്ടറി എന്ന് പറയുമ്പോൾ നല്ലൊരു കെയർ സർവീസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അവർക്ക് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ICU സെക്രട്ടറി എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ഹു സപ്പോർട്ട്സ് ദ പേഷ്യന്റ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ICUയിലോട്ട് വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി ഇദ്ദേഹമാണ്. അതുപോലെ ICU സംബന്ധമായിട്ട് വരുന്ന കോൾസുകൾ, മെസ്സേജസുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്യുക. അതുപോലെ ICUയിൽ വരുന്ന ക്ലയൻസിന്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ ശ്രദ്ധിച്ച് അവരെ ലിസൺ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അതുപോലെ ICU സംബന്ധമായിട്ട് വരുന്ന ജനറൽ എൻക്വയറീസിന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുക. ഇനി ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് വിവരങ്ങൾ കൊടുക്കാനായിട്ട് സെക്രട്ടറിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഇൻഫർമേഷൻ ലഭിക്കുന്ന ഇടങ്ങളിലോട്ട് അവരെ ഡയറക്ട് ചെയ്ത് വിടാം. പിന്നെ ICU സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ ടാസ്കുകൾ പെർഫോം ചെയ്യാം. കമ്പ്യൂട്ടറിൽ ICUവിന്റെ ബെഡ് അവൈലബിലിറ്റി പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഫയൽ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. പിന്നെ പേഷ്യന്റിന് ആ ഒരു നല്ലൊരു കെയർ സർവീസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. ഓക്കെ, ഇത്രയുമാണ് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിൽ വരുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. പഠിക്കാൻ അധികമൊന്നുമില്ല ആ ചാപ്റ്ററിനകത്ത് കേട്ടോ. അപ്പൊ ICU എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ICU എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ യൂണിറ്റ് ആണ്. ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും സിവിയർ ആയിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നതിന് സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും എക്യുപ്മെന്റ്സുകളൊക്കെ സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ളവരെയാണ് ഏതൊക്കെ അല്ലെ ഹു ആർ കെയർഡ് ഇൻ ICU, ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്. കണ്ടീഷൻസുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU ആണ് അല്ലെ, അതായത് എന്ത് പരിചരണമാണ്, എന്ത് സ്പെഷ്യലൈസ്ഡ് കെയർ ആണ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വിവിധ ടൈപ്പുകളായിട്ട് അവിടെ തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഇത്രയുള്ള ഹരിത, ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ഇൻട്രൊഡക്ഷനിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏറ്റവും സിവിയർ ആയിട്ടുള്ള അസുഖബാധിതരായിട്ടുള്ള രോഗികൾക്ക് പരിചരണം കൊടുക്കാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ സജ്ജമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ്, ഇത്രയാണ് ഇത് ICU എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ICUവിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസ്ഡ് യൂണിറ്റ് ICU ഉണ്ട്, അതുപോലെ ഓപ്പൺ യൂണിറ്റ് ICU. ഓപ്പൺ യൂണിറ്റ് ICU എന്ന് പറയുമ്പോൾ അവിടെ ഫിസിഷ്യൻസ് ആണ്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ്. അദ്ദേഹമാണ് ICUവിലെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഫിസിഷ്യൻ ആണ്. അവിടെ ഇന്റൻസിവിസ്റ്റിൽ ആളുടെ പേരിന് മാത്രമുള്ള റോള് വരുന്നുള്ളൂ. അതായത് ICUവിനകത്ത് എന്തെങ്കിലും ബെഡിന്റെ ഷോർട്ടേജ് വരെയോ അല്ലെങ്കിൽ വല്ല സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു റൈറ്റ് മാത്രമാണ് ഓപ്പൺ യൂണിറ്റിൽ ഇന്റൻസിവിസ്റ്റിന് വരുന്നത്. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റിൽ നേരെ തിരിച്ചാണ്. അവിടെ ഇന്റൻസിവിസ്റ്റ് ആണ് മേജർ റോള് വരുന്നത്. അദ്ദേഹമാണ് ICU എന്ന് പറയുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും ആ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നതൊക്കെ ഇന്റൻസിവിസ്റ്റ് ആണ്. ഒപ്പം എന്താണ് മറ്റുള്ള ടീമുകളെ, അതായത് ഫിസിഷ്യൻ ഉൾപ്പെടെയുള്ള ടീമുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവര് പരിചരണം കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്റൻസിവിസ്റ്റിന്റെ പരിചരണം അവിടെ രോഗിക്ക് ലഭിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അതിലവർ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ടൈമിലി ഇവാലുവേഷൻ നടത്തി ആ ട്രീറ്റ്മെന്റ് പ്ലാൻസ് തുടങ്ങാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ പറഞ്ഞത് ICUവിൽ സ്റ്റാഫിനെ പറ്റിയാണ്. ആരൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇന്റൻസിവിസ്റ്റ് വേണം, അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ്, സീനിയർ റെസിഡന്റും ജൂനിയർ റെസിഡന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വേണം, നഴ്സസ് ഉണ്ടായിരിക്കാം. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2 ആണ്. പിന്നെ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ള ഓക്സിലിയറി പേഴ്സൺ ഉണ്ടാവും അല്ലെ, സപ്പോർട്ടിംഗ് സ്റ്റാഫും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ആരാണ് രജിസ്ട്രാർ ഇൻ ICU? രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. പോസ്റ്റ് MD ആണ് കേട്ടോ. അതായത് MD കഴിഞ്ഞിട്ട് റെസിഡൻസിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ ഏറ്റവും വലിയ റൈറ്റ് എന്താണ്? കൺസൾട്ടന്റിന്റെ സാന്നിധ്യത്തില് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന സീനിയർ റെസിഡന്റ് ഡോക്ടർ. ഓക്കെ, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡ്യൂറിംഗ് MD ആണ്. നിലവിൽ MD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ജൂനിയർ റെസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവരാണ് ഹോസ്പിറ്റലിൽ മീൻസ് ICUവിലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന്റെ സമ്മറികളും മറ്റുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയാസ് ആണ്. 6 കാര്യങ്ങളാണ്. ഒന്ന് പ്രയോറിറ്റൈസേഷൻ ഓഫ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്, പിന്നെ ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, അതുപോലെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്, ബെഡ് അവൈലബിലിറ്റി, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ് ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് റൂട്ടീൻ ICU റൗണ്ട്സ് ഇപ്പോഴാണ് നടക്കുന്നത്. അത് മോർണിംഗ് 9 to 11 AM സമയമാണ് കേട്ടോ. പിന്നെ ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞല്ലോ. പേഷ്യൻസ് ഏകദേശം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവിടെ ഒന്നുകൂടി വാർഡിലോട്ട് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസിലോട്ട് നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില പേഷ്യൻസിനെ നമ്മൾ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ മരണം സാധ്യതയുണ്ട്. അതായത് ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത്രയുള്ള അതിനകത്ത്. പിന്നെ നമ്മൾ 3 ആളുകളുടെ റെസ്പോൺസിബിലിറ്റി. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ദെൻ നമ്മൾ ICU ഇൻചാർജ്, പിന്നെ ICU സെക്രട്ടറി. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങള് ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ ചാൻസ് ഇല്ല, കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഇത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ ഈ ചാപ്റ്റർ? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ എനിക്ക് മൊഡ്യൂൾ 1-നകത്ത് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ 5ഉം 11ഉം ആയിരുന്നു കേട്ടോ. ഡിപ്പാർട്ട്മെന്റ്സും ഇനി ICU എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു എനിക്ക് അസൈൻ ചെയ്ത് തന്നത്. ഇനി ഇംപാക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അതായത് നമുക്കറിയാം പ്രിഡിക്റ്റഡ് ആണ്. അതായത് ഇംപെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ്ങിൽ ഇരിക്കാൻ മരണത്തിന് സാധ്യതയുള്ളത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ,
അപ്പം ഇനി നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും എടുക്കുക കേട്ടോ. എനിക്കതിൽ തന്നിരിക്കുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫാർമസി ആണ് തോന്നുന്നത്. ഫാർമസി അങ്ങനെയുള്ള ചാപ്റ്റർ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇന്നിപ്പോ ഈ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയായിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ എല്ലാവരും വാങ്ങിച്ചോ? കുറെ പേരൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, കുറച്ച് പേര് വാങ്ങിച്ചിട്ടില്ല അല്ലെ? എത്രയും പെട്ടെന്ന് വാങ്ങണം കേട്ടോ. ഓക്കെ, കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, നമ്മളിപ്പോ കുറച്ച് കുറച്ചല്ല നല്ലപോലെ സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. ശരിക്കും നല്ല സ്പീഡിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. നിങ്ങൾക്കിപ്പോ ടെക്സ്റ്റ് കിട്ടാത്ത കുറച്ച് പേരുണ്ട്. ഇത് തുടക്കമായതുകൊണ്ടാണ് വളരെ സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ ആ ഒരു ട്രാക്കിലായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്പീഡ് കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് സ്പീഡല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും കൊണ്ടുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ കുഴപ്പമില്ല. തേർഡും ഫോർത്തിലോട്ടൊക്കെ കിടക്കുമ്പോൾ വലിയ ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് പതുക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ എപ്പോഴും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം വീണ്ടും പറയുന്നത് വേറൊന്നുകൊണ്ടല്ല, എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടും കേട്ടോ. കാര്യം ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവാം, ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടാവാം, എങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് എന്തൊക്കെ തെറ്റുകൾ വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അതേ മോഡലിൽ തന്നെയാണ് എക്സാം വരിക. ആ സമയത്ത് നമുക്കത് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ പല കാര്യങ്ങളും പഠിക്കാനൊക്കെ അത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ താങ്ക് യു മാം. അപ്പൊ ശരി, നാളെ കാണാം. താങ്ക് യു മാം.